മക്കളൊക്കെ സ്കൂളിൽ വരുന്ന സമയത്ത് എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള അധികം എണ്ണയൊന്നും ഇല്ലാത്ത ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ റവ വെച്ചിട്ടാണ് നമ്മളിത് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുക എന്നുള്ളതൊന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് 1 കപ്പ് റവയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. റവ വറുത്തതോ വറുക്കാത്തതോ ഏതായാലും കുഴപ്പമില്ല. അപ്പോൾ അത് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് അതിലേക്കൊരു 1/2 കപ്പ് ഗോതമ്പ് പൊടിയും 2 നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നങ്ങ് പൊടിച്ചെടുക്കാം. ഒരുപാട് ഫൈനായിട്ടൊന്നും പൊടിച്ചെടുക്കേണ്ട. റവ ഒന്ന് പൊടിച്ചെടുക്കുന്ന സമയത്ത് ഒരുപാട് ഫൈനായിട്ടൊന്നും നമുക്ക് പൊടിച്ചെടുക്കാൻ പറ്റില്ല. ചെറിയൊരു തരിയൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ അങ്ങ് പൊടിച്ചെടുത്താൽ മതി. അത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തതിന് ശേഷം നമുക്കിത് ഈ ഒരു ബൗളിലേക്ക് മാറ്റാം. ഇനി നമുക്കിതിലേക്ക് ശർക്കരപ്പാനിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനൊരു 150 ഗ്രാം ശർക്കര 1/4 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് മെൽറ്റാക്കി എടുത്ത് അരിച്ചെടുത്തിട്ട് ചൂടാറി വന്നിട്ടുള്ള ശർക്കരപ്പാനിയാണ് കേട്ടോ. ചൂടോടുകൂടി ഒഴിച്ച് കൊടുക്കരുത്, ഒന്നങ്ങ് ചൂടാറി വന്നോട്ടെ. ചെറിയൊരു ചൂടുണ്ടായാലും കുഴപ്പമൊന്നുമില്ല, എന്നാലും ഒരുപാട് ചൂട് വേണ്ട. ഒന്ന് ചൂടാറി വന്നതിന് ശേഷം ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒട്ടും കട്ടയില്ലാതെ തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പോൾ പെട്ടെന്നൊക്കെ നിങ്ങൾക്ക് മിക്സ് ആക്കി എടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ റവ പൊടിച്ചിട്ടുള്ള ആ ഒരു ജാറിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഒന്നും കൂടെ സ്മൂത്തായിട്ട് പെട്ടെന്ന് അങ്ങ് മിക്സായി കിട്ടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ജാറടച്ച് വെച്ചിട്ട് ഒന്നങ്ങ് ബ്ലെൻഡ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഒട്ടും കട്ടയൊന്നും ഇല്ലാതെ നല്ല സ്മൂത്തായിട്ടുള്ള മാവ് കിട്ടും. മാവ് നല്ല തിക്കായിട്ടാണ് കേട്ടോ ഇപ്പോൾ ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇതൊന്ന് ലൂസാക്കി എടുക്കണം. അതിന് മുന്നായിട്ട് ഇതിലേക്കൊരു 1/2 കപ്പ് തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂണ് ഏലക്കാപ്പൊടിയും 1/4 ടീസ്പൂണ് ബേക്കിംഗ് സോഡ ഉണ്ടല്ലോ, സോഡാപ്പൊടി, അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു സമയത്ത് തന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരുപാട് ലൂസാവും വേണ്ട, എന്നാൽ ഒരുപാട് തിക്കാവും വേണ്ട. അപ്പോൾ ഞാൻ മിക്സിയുടെ ആ ഒരു നമ്മളെ മാവ് അടിച്ചെടുത്തിട്ടുള്ള ആ ഒരു ജാറിൽ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്നും കൂടെ അങ്ങ് അടിച്ചെടുത്തിട്ട് അതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു 1/4 കപ്പും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസിക്ക് അനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇനി നമ്മൾ ഈ ഒരു മാവ് ഒരു 15 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുകയാണ്. അപ്പോൾ അടച്ചു വെക്കാം. അപ്പോൾ ഇതാ 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ മാവ് ഒന്നും കൂടെ തിക്കായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ റവ ആയതുകൊണ്ട് തന്നെ ആ ഒരു റവ ഒക്കെ കുതിർന്നിട്ട് മാവ് കുറച്ചും കൂടെ ഒന്ന് തിക്കായിട്ട് വരും. അപ്പോൾ നമുക്കിതിലേക്ക് അതിനാവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതാ ഈ ഒരു ലൂസിലാണ് കേട്ടോ നമുക്ക് മാവ് വേണ്ടത്. ഇനി നമുക്കിത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഉണ്ണിയപ്പച്ചട്ടിയാണ് എടുത്തിട്ടുള്ളത്. ഉണ്ണിയപ്പച്ചട്ടി അല്ലെങ്കിൽ നമ്മുടെ വെള്ളപ്പച്ചട്ടിയൊക്കെ ഉണ്ടല്ലോ, അതായാലും എടുക്കാം കേട്ടോ. പക്ഷേ നമുക്ക് കുറച്ച് വലുതായിട്ട് ഉണ്ടാക്കിയെടുക്കുമ്പോൾ അതിന് ആയിട്ടുള്ള സമയം കുറച്ച് കൂടുതലായിട്ട് വരും. അപ്പോൾ ചെറുതായിട്ട് ഉണ്ടാക്കിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് കുക്കായിട്ട് വരും കേട്ടോ. അപ്പോൾ ഉണ്ണിയപ്പച്ചട്ടിൻ്റെ ഓരോ കുഴിയിലും ഇതുപോലെ ഒരു 1/4 ടീസ്പൂൺ വെച്ചിട്ട് നെയ്യ് ഇതുപോലെ ആക്കി കൊടുക്കുന്നുണ്ട്. നെയ്യോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ ഏതെങ്കിലും ഒന്ന് ആക്കി കൊടുത്താൽ മതി. എന്നിട്ട് നമുക്ക് ഓരോ കുഴിയിലേക്കും ഇതുപോലെ മാവ് ഒഴിച്ചു കൊടുക്കാം. ഒരു 1/4 ഭാഗമാണ് കേട്ടോ മാവ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. കാരണം അതൊന്ന് പൊങ്ങി വരാനും നമുക്ക് മറിച്ചിടാനൊക്കെ ഒരു സ്പേസ് വേണമല്ലോ. അപ്പോൾ അതിന് വേണ്ടി ഒരു 1/4 ഈ കുഴിയുടെ 1/4 ഭാഗം മാവ് ഒഴിച്ചു കൊടുത്തിട്ട് എല്ലാ കുഴിയിലും ഒഴിച്ചു കൊടുത്തതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അടച്ച് വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഞാനൊരു 2 മിനിറ്റാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. അപ്പോഴേക്കും ഒരു സൈഡ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. കരിഞ്ഞു പോയത് ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചാൽ മതി. പിന്നെ പെട്ടെന്ന് തന്നെ കുക്കായിട്ട് വരും ചെയ്യും കേട്ടോ. അങ്ങനെ ഒരുപാട് സമയമൊന്നും വേണ്ട. അപ്പോൾ നമ്മൾ അതിൻ്റെ ആ ഒരു മറ്റേ ഭാഗം നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് മറിച്ചിട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ അങ്ങ് ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എല്ലാതും മറിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് ഈ ഒരു ഭാഗം നമുക്ക് നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് കിട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നെയ്യ് ഒന്ന് സൈഡിലൂടെ ഇതുപോലെ ആക്കി കൊടുത്താൽ മതി. എന്നിട്ട് ഈ ഒരു ഭാഗം കൂടെ ഇനി അടച്ചു വെക്കൊന്നും വേണ്ട. ഈ ഒരു ഭാഗം പെട്ടെന്ന് കുക്കായിട്ട് വരും. അപ്പോൾ ഈ ഒരു ഭാഗം കൂടെ അങ്ങ് റെഡി ആയി കഴിഞ്ഞാൽ ഇതുപോലെ 2 സൈഡും അങ്ങ് മൊരിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് എടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ അടിപൊളിയായിട്ടുള്ള സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ മക്കളൊക്കെ സ്കൂളിൽ വരുന്ന സമയത്തൊക്കെ ഇനി ഇതുപോലെ റെഡിയാക്കി കൊടുക്കാം. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്കിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ പേജൊന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കല്ലേ. അപ്പം ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്